بسم الله الرحمن الرحيم നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ്റസ ഈസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ്റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഈസി സ്റ്റഡി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ അടുത്തു വന്നിരിക്കുന്നു. പാഠങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങൾ റിവിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നതിൽ നമുക്ക് ആശങ്കയുണ്ടാകും. അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സീറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷയിൽ നമുക്കുള്ളൊരു വിഷയമാണ്. അതിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. ശരി ഉത്തരത്തിന് നേരെ അടയാളമിടുക. 5 ക്വസ്റ്റ്യനുകളാണ് സാധാരണ പരീക്ഷയിൽ ആ നിലയിൽ വരുന്നത്. 1. മിഅ്റാജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത അത്ഭുത വാഹനമേത്? പെട്ടെന്നറിയാം. നാഖത്തെന്ന ഒട്ടകാണ്, ബുറാഖാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ബുറാഖെന്ന് നേരെ ഒന്നും ആലോചിക്കാൻ നമ്മൾ എന്തെങ്കിലും ശരി ഉത്തരം ഇടണം. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒളിച്ചിരുന്ന ഗുഹ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം സൗർ ഗുഹയിൽ. 3ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച മദീനയിലെ ആദ്യത്തെ പള്ളി, അതിൻ്റെ ഉത്തരം അൽ മസ്ജിദുൻ നബവി. ഉത്തരം അൽ മസ്ജിദുൻ നബവി. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ വസ്ത്രം കഴുത്തിൽ ചുറ്റി ശ്വാസം മുട്ടിച്ച ശത്രുവാര്? ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത്. അതിൻ്റെ ഉത്തരം ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഉം മിഅ്റാജും നടന്ന വർഷം. അപ്പോൾ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അധ്യായത്തിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് 9ാമത്തെ പാഠമാണ്. നന്നായി വായിച്ചു പഠിക്കണം. എന്താണ് ഇസ്റാ? ഏതു മാസത്തിലാണ്? ഏത് ദിവസത്തിലാണ്? ഇങ്ങനെയൊക്കെ ചോദ്യം അതിൽ വരാം. ഇസ്റാ മിഅ്റാജും നടന്നത് ഏതു മാസത്തിലാണ്? ചോദ്യം വരാം. അല്ലെങ്കിൽ അത് ഏത് രാവിലാണ്? ചോദ്യം വരാം. 27ാം രാവ്, റജബ് 27ാം രാവിനാണ്. അപ്പം നടന്ന വർഷം ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളതെങ്കിൽ നുബുവത്തിൻ്റെ 11ാം വർഷം. നുബുവത്തിൻ്റെ 11ാം വർഷം. 10ാം വർഷമാണ് ആമുൽ ഹുസ്ന്. 11ാം വർഷത്തിലാണ് നിബിധങ്ങൾ റജബ് മാസത്തിലാണ് ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചത്. ഇനി നമുക്ക് 6 മുതൽക്ക് 11 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കുക. അത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രാക്കറ്റിൽ ശരിയായത് കൊണ്ട് പൂരിപ്പിക്കുക. അവിടെ ബദ്രീങ്ങളുണ്ട്, മുഹാജിറുകൾ, മിഅ്റാജ്, ഉഹുദ്, ഹറ, ഇങ്ങനെ 5 ഉത്തരങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വന്നുകൊള്ളണമെന്നില്ല, വേറെയും ചോദ്യങ്ങൾ വരാം. എന്നാലും മനസ്സിലാക്കിയിരിക്കുക. നിസ്കാരം സത്യവിശ്വാസിയുടെ ഡാഷാണ്. എന്താണ്? മിഅ്റാജ് ആണ്. അതാണ് എൻ്റെ ഉത്തരം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളാണ്. പെട്ടെന്ന് വരുമ്പോൾ തന്നെ ബദരീങ്ങൾ എന്ന പേരിലേക്ക് ഓടി നാവചലനം. ബദർ യുദ്ധം, ബദരീങ്ങൾ. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന സ്വഹാബികളാണ്. ഹിജ്റ, മുഹാജിർ. വളരെ എളുപ്പം, അങ്ങോട്ട് കടുപ്പിക്കാം. ഹിജ്റ, മുഹാജിർ അങ്ങനെ കടുപ്പിച്ച അങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇനി ആ മദീനയിൽ ചെന്നപ്പോൾ സഹായിച്ച ആളുകൾ ആരാണ് ചോദ്യം വന്നാൽ അവിടെ അതിലുള്ള അൻസാരികൾ എന്നുള്ള ചോദ്യം എഴുതി കൊടുക്കേണ്ടി വരും. ഉത്തരം എഴുതേണ്ടി വരും. അത് ചോദ്യം വരാൻ ചിലപ്പോൾ. മുഹാജിറുകൾ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹിജ്റ 3ാം വർഷം ശവ്വാൽ മാസത്തിലായിരുന്നു ഉഹദ് യുദ്ധം നടന്നു. അവിടെ വിട്ടുപോയത് ഉഹദ്. അപ്പോൾ ബദർ യുദ്ധം നടന്നത് ഏതു വർഷത്തിലാണെന്നുള്ള ചോദ്യം വരാം.
ശ്രദ്ധിച്ചിരിക്കണം. ഗസവാത്ത് എന്ന പാഠം നമ്മൾ ശരിക്കും വായിച്ചു മനസ്സിലാക്കിയിരിക്കണം. ഗസവാത്ത്, അവിടെ ഉഹദ് യുദ്ധം, ബദർ യുദ്ധം, അങ്ങനെ ഖന്തക്ക് യുദ്ധം, ആ പാഠങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി നമ്മളൊന്ന് വായിച്ചു വെക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ മദീനക്കാർ എല്ലാ ദിവസവും ഡാഷ് എന്ന പ്രദേശത്ത് കാത്തിരുന്നു, ഹറ എന്ന പ്രദേശത്ത് കാത്തിരുന്നു. നമുക്ക് ഉത്തരം എഴുതാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, നുബുവത്തിന്റെ 10ാം വർഷം, ആ വർഷത്തിന് പറയുന്ന പേരുണ്ട് ആമുൽ ഹുസ്ന്, ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത്? അത് പേജ് നമ്പർ 18, ആമുൽ ഹുസ്ൻ 8ാമത്തെ അധ്യായമാണ്. നുബുവത്തിന്റെ 10ാം വർഷമാണ് ആമുൽ ഹുസ്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അതിൻ്റെ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായിരുന്ന അബൂ താലിബിൻ്റെയും പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മരണമായിരുന്നു അതിന് കാരണം. അപ്പോൾ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. അബൂ താലിബിൻ്റെയും പ്രിയ പത്നി ഖദീജ ബീവിയുടെയും മരണമായിരുന്നു അതിന് കാരണം. അപ്പോൾ അവർ രണ്ടുപേരും വഫാത്തായത് നുബുവത്തിൻ്റെ 10ാം വർഷമായിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, നുബുവത്തിൻ്റെ 11ാം വർഷം ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയ മദീനക്കാർ ഏത് ഗോത്രക്കാരാണ്? അവർ എത്ര പേരാണ്? ഖസ്റജ് ഗോത്രക്കാർ. ഉത്തരം ഖസ്റജ് ഗോത്രക്കാരാണ്. അവർ 6 പേര് ഉണ്ടായിരുന്നു. നുബുവത്തിന്റെ 12ാം വർഷം, 13ാമത്തെ ക്വസ്റ്റ്യൻ, അതേ പാഠത്തിൽ തന്നെ നുബുവത്തിന്റെ 12ാം വർഷം ഹജ്ജിന് എത്തിയ മദീനക്കാർ എത്ര? അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി നടത്തിയത് എവിടെ വെച്ച്? അവരുമായി ഉടമ്പടി നടത്തിയത് എവിടെ വെച്ചാണ്? അത് പേജ് നമ്പർ 24ാമത്തെ പേജിലാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമുള്ളത്. അതിൻ്റെ ഉത്തരം 12 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്ത. ഉത്തരം 12. അപ്പോൾ ഉടമ്പടി നടത്തിയത് എവിടെ വെച്ചാണ്? അത് അഖബയിൽ വെച്ചാണ്. ഈ അഖബ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മിനയുടെ തുടക്കത്തിലുള്ള മലയിടുക്കാണ് അഖബ. അപ്പോൾ അഖബ എന്ന് പറഞ്ഞാൽ അഖബ ഏതാണ്? മക്കയിൽ നിന്ന് മിനയിലേക്ക് പോകുമ്പോൾ മിനയുടെ തുടക്കത്തിലുള്ള മലയിടുക്കാണ് അഖബ. ആ അഖബയിൽ വെച്ചാണ് അവരുമായിട്ട് നിബിധങ്ങൾ ഉടമ്പടി നടത്തിയത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സ്വഹാബി എന്ന് പറയുന്നത് ആർക്കാണ്? 32ാമത്തെ പേജിലേക്ക് മറിച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആരാണ് സ്വഹാബി എന്ന് കാണാൻ കഴിയും. അൽ മുഹാജിറൂന വൽ അൻസാർ എന്ന് പറയുന്ന പാഠത്തിൽ. അപ്പോൾ മുഹാജിർ എന്ന് പറഞ്ഞാൽ ആര്, അൻസാരി എന്ന് പറഞ്ഞാൽ ആര് എന്ന പാഠത്തിൽ ചോദ്യം വരും. ഇവിടെ സ്വഹാബി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നിബിധങ്ങൾ വിശ്വസിച്ച് നബിയോടൊപ്പം സഹവസിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് നിബിധങ്ങളോടൊപ്പം സഹവസിച്ച് മുസ്ലിമായി വഫാത്തായവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. അവിടെ ആരാണ് മുഹാജിർ എന്ന് ചോദ്യം വരും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആൾ. ആ ചോദ്യം വന്നു പോയിട്ടുണ്ട്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ചോദ്യം വരാം. മദീനയിലെത്തിയ മുഹാജിറുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയവരാണ് അൻസാർ. അതും ചോദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് വരാം. നമുക്ക് നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഈ ഹദീസ് അൽ മുഹാജിറൂന വൽ അൻസാർ എന്ന അധ്യായത്തിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാണാതെ പഠിക്കണം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രതുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗികളാകും, നേർമാർഗത്തിലാകും. 16ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ത്വായിഫുകാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന ഏത്, ദുആ ഏത്? ആ ചോദ്യം വരാം. ആമുൽ ഹുസ്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആമുൽ ഹുസ്ന് വേണ ഒരു ചോദ്യം വരാം.
നിബിതങ്ങൾ ത്വായിഫിലേക്ക് പോയത് ആരെ കാണാൻ വേണ്ടിയാണ്? നിബിതങ്ങൾ കുടുംബക്കാരായ ബനൂ സഖീഫ് ഗോത്രക്കാർ. അവിടെ ആ ചോദ്യം എന്ത് ചെയ്യാം, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരാം. ബനൂ സഖീഫ് ഗോത്രക്കാർ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാർ. അവരോട് എന്തിനാണ് നിബിതങ്ങൾ പോയത് അങ്ങോട്ട്? അത് ചോദ്യം വരാം. സഹായം തേടാനും അല്ലേ? അവരോട് സഹായം, കുടുംബക്കാരായ ആളുകളോട് സഹായം തേടാൻ വേണ്ടിയാണ് നിബിതങ്ങൾ പോയത്. അവിടെ വീണ്ടും ചോദ്യം വരാം, അങ്ങനെ ചെന്നപ്പോൾ അവർ എന്തു ചെയ്തു? ബനൂ സഖീഫ് ഗോത്രക്കാർ എന്തു ചെയ്തു എന്നെന്ത് ചെയ്യാം, പരിഹസിക്കുകയും അസഭ്യം പറഞ്ഞു, കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞു, നിബിതങ്ങളുടെ പാദം പൊട്ടി രക്തം ഒലിച്ചു. ഇതൊക്കെ എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് എന്ത് ചെയ്യാം വരാം. അതിന് ഉത്തരം ചോദിക്കാം ഈ കാര്യങ്ങൾക്കല്ല. അപ്പൊ നമ്മുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ത്വായിഫുകാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആ എന്ത്? അല്ലാഹുവേ, അത് 19-ാം പേജിലുണ്ട്, തദ്രീബ് ഇതിന്റെ തൊട്ടുമുകളിൽ. അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അതാണ് നിബിതങ്ങൾ ദുആ. അല്ലാഹുവേ, ഈ ജനത അറിവില്ലാത്തവരാണ്, അവരോട് നീ പൊറുക്കണമേ, നേർമാർഗത്തിലാക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹു, എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ, നിശ്ചയം അവർ അറിവില്ലാത്തവരാണ്. അപ്പൊ അവിടെ അറബി തന്നെയുണ്ട്, അത് ഇൻഷാ അല്ലാഹ് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന വരവിനെ തടയാൻ ഖുറൈശികൾ യോഗം ചേർന്നത് എവിടെ? അത് ദാറുൻ നദുവയിലാണ്. ദാറുൻ നദുവ എന്ന് പറയുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു താമസിപ്പിച്ചത് എന്തിനായിരുന്നു? അവിടെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി നിബിതങ്ങളുടെ മദീനയിലേക്കുള്ള വരവിനെ തടയാൻ അവർ യോഗം ചേർന്നത് എവിടെ? അലി റളിയല്ലാഹു അൻഹു ഹിജറ താമസിപ്പിച്ചത് എന്തിനായിരുന്നു? അതിൻ്റെ ഉത്തരം ദാറുൻ നദുവയിലാണ്. മുശ്രിക്കുകൾ, ഖുറൈശികൾ അലി റളിയല്ലാഹു അൻഹു ഹിജറ പോകാൻ പിന്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച സൂക്ഷിപ്പു സാധനങ്ങൾ ഉടമസ്ഥർക്ക് മടക്കി നൽകാൻ വേണ്ടി. ഒന്നും കൂടെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച സൂക്ഷിപ്പ് സാധനങ്ങൾ ഉടമസ്ഥർക്ക് മടക്കി നൽകാൻ വേണ്ടി. അവിടെ ബലഹീനരായ ആളുകൾ എന്തുകൊണ്ട് അവശേഷിച്ചു എന്ന ചോദ്യം വരാം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്തിനാണ് ഹിജറ താമസിച്ചത് എന്ന ചോദ്യമൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ചോദിക്കാം. ആ പാരഗ്രാഫ് നന്നായി എന്ത് ചെയ്യണം, 26-ാമത്തെ 2-ാമത്തെ പാരഗ്രാഫ് നന്നായി വായിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് ഹിജറ പോയത്? ചോദ്യം വരാം. ഉത്തരം അവിടെ തന്നെ ഉണ്ട്. ശത്രുക്കളെ വെല്ലുവിളി പരസ്യമായിട്ടാണ് എന്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എങ്ങനെയാണ് മദീനയിലേക്ക് സഹാബാക്കൾ ഹിജറ പോയത്? അവിടെ വേറൊരു ചോദ്യം വരാം. ഒറ്റയ്ക്കും ചെറു സംഘങ്ങളായും രഹസ്യമായിട്ടാണ് അവർ ഹിജറ പോയത്. ഇനി നമുക്ക് പൂരിപ്പിക്കുക 18-ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഇസ്രാ മിഅ്റാജ് എന്ന പാഠത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് വായിക്കാം. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ, അപ്പോൾ എവിടെ നിന്ന് എവിടേക്കെന്നുള്ള 2 വാക്കാണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള ഡാഷിലേക്ക് നടത്തിയ പ്രയാണമാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ. അപ്പോൾ മസ്ജിദുൽ അഖ്സ എന്ന വേട് അവിടെ വിട്ടുപോയി, അതുപോലെ മസ്ജിദുൽ ഹറാം എന്ന വേട് വിട്ടുപോയി. 19-ാമത്തെ ക്വസ്റ്റ്യൻ, അത് ആ ബൈത്താണ് ത്വലഅൽ ബദ്റു അലൈന എന്ന് പറയുന്ന ബൈത്താണ് പൂരിപ്പിക്കാനുള്ളത്. ആ ബൈത്ത് 30-ാമത്തെ പേജിലാണ് ആ ബൈത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14-ാമത്തെ പാഠമായ ത്വലഅൽ ബദ്റു അലൈന എന്ന പാഠത്തിൽ നിന്നാണ് ആ ബൈത്തുള്ളത്. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഇത ബിൽ അംദിൽ മുതഅജിഇത ശറഫ്തൽ മദീന. അതാണ് കേട്ടോ. നുബുവത്തിന്റെ എത്രാം വർഷമാണ് സംഭവിച്ചത്? 13-ാം വർഷമാണ്. അപ്പോൾ നബിതങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 53 വയസ്സുണ്ടായിരുന്നു. നിബിതങ്ങൾ എവിടെയാണ് ആദ്യം ഇറങ്ങിയത്? ചോദ്യം അവിടെ വരാം. അതൊന്നും അവിടെ ഇല്ല, അങ്ങനെ വരാൻ സാധ്യത ഖുബ എന്ന സ്ഥലത്താണ്. അത് ഏത് ദിവസത്തിലായിരുന്നു? തിങ്കളാഴ്ച ദിവസത്തിലായിരുന്നു. എത്ര ദിവസം അവിടെ നിബിതങ്ങൾ താമസിച്ചു? തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിബിതങ്ങൾ അവിടെ താമസിച്ചു. ആരുടെ സ്ഥലത്താണ് നിബിതങ്ങൾ ജുമാ നിസ്കരിച്ചത്? ബനു സലീം ഗോത്രക്കാരുടെ സ്ഥലത്താണ് നിബിതങ്ങൾ
മദീനയിലെത്തിയതിനു ശേഷം ആദ്യമായി ജുമാ നിസ്കരിച്ചത്. എന്നിട്ടാണ് നബി തങ്ങൾ മദീനയിലേക്ക് പോയത്. 20ാമത്തെ ക്വസ്റ്റ്യൻ സന്ദർഭം വ്യക്തമാക്കാനാണ്. നിങ്ങൾ അതിനെ വിട്ടേക്കുക, അത് അള്ളാഹുവിന്റെ കൽപ്പപ്രകാരം നീങ്ങുന്നതാണ്. അതിന് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തരം 31ാമത്തെ പേജിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു. ചിലർ ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് വീട്ടുപടിക്കൽ നിർത്താൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളതിനെ വിട്ടേക്കുക, അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നീങ്ങുന്നതാണ്. അപ്പോൾ എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു. അതിനായി അവർ എന്ത് ചെയ്തു? ഒട്ടകത്തിന്റെ മൂക്കുകയർ, തൻ്റെ വീടിന്റെ മുന്നിൽ മൂക്കുകയർ പിടിച്ചെന്ത് ചെയ്തു? നിർത്താൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് നബി തങ്ങൾ ഇത് പറഞ്ഞത്. ഇവിടെ അടുത്ത ചോദ്യം വരാം, ആരുടെ വീടിന് മുന്നിലാണ് ഒട്ടകം മുട്ടുകുത്തിയത്? ഉത്തരം അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു. അവിടെ ഇല്ല, ആ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ സ്വന്തക്കാരൻ ആര്? ബനു നജ്ജാർ കുടുംബക്കാരൻ. അദ്ദേഹം ആരാണ്? പിതാമഹൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സ്വന്തക്കാരൻ ബനു നജ്ജാർ കുടുംബക്കാരനാണ്. ഈ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഏത് കുടുംബക്കാരനാണെന്ന ചോദ്യം വരാം. ബനു നജ്ജാർ കുടുംബക്കാരനാണ്. പിന്നെ അവിടെ എത്ര നാൾ താമസിച്ചു ചോദ്യം വരാം. 7 മാസത്തിന് ശേഷം വിലയ്ക്ക് വാങ്ങിയ വേറെ ചോദ്യം വരാം. എവിടെയാണ് മസ്ജിദുൻ നബവി നിർമ്മിച്ചത്? 7 മാസത്തിന് ശേഷം താൻ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി നിർമ്മിച്ചത്. നബി തങ്ങളുടെ ഭാര്യമാരുടെ വീട് എവിടെയായിരുന്നു ചോദ്യം വരാം. ആ മസ്ജിദുൻ നബവിയോട് ചേർന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട്. 21ാമത്തെ ക്വസ്റ്റ്യൻ 36ാമത്തെ പേജിലാണ് ഉള്ളത്. ആഥാറുൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന പാഠത്തിൽ മസ്ജിദുൽ ഖിബ്ലത്തൈനി, 2 കിബിലയുള്ള പള്ളി എന്ന് പേര് കിട്ടാൻ കാരണമെന്ത്? 2 കിബിലയുള്ള പള്ളി എന്ന് പേര് കിട്ടാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് ആദ്യ സമയത്ത് ബൈത്തുൽ മുഖദ്ദസ് കിബിലയാക്കിയാണ് നിസ്കരിച്ചിരുന്നത്. ഈ പള്ളിയിൽ നിസ്കരിച്ച് നിൽക്കുമ്പോഴാണ് കഅബയെ കിബിലയാക്കാൻ നിർദ്ദേശം ലഭിച്ചത്. ആ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കും. അതുകൊണ്ട് ഈ 2 കിബിലയുള്ള പള്ളി എന്നർത്ഥത്തിൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടെ വായിക്കാം, ഉത്തരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് ആദ്യ സമയത്ത് ബൈത്തുൽ മുഖദ്ദസ് കിബിലയാക്കിയാണ് നിസ്കരിച്ചിരുന്നത്. ഈ പള്ളിയിൽ നിസ്കരിച്ച് നിൽക്കുമ്പോഴാണ് കഅബയെ കിബിലയാക്കാൻ നിർദ്ദേശം ലഭിച്ചത്. ആ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയുണ്ടായി. അതുകൊണ്ട് 2 കിബിലയുള്ള പള്ളി എന്നർത്ഥത്തിൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. അള്ളാഹു നമുക്ക് പരീക്ഷയിലും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.